ഈദ് നമസ്കാരം കഴിഞ്ഞു. സ്നേഹ സൽക്കാരത്തിൻ്റെ സമയമാണ്. വീടുകളിലൊക്കെ വിരുന്നെത്തി ഒക്കെ സ്നേഹം പങ്കിടുകയാണ്. പാണക്കാട് കുടുംബാംഗങ്ങൾ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് മാതൃഭൂമി ന്യൂസിനും പ്രതിനിധി. തങ്ങളെ ഈദ് മുബാറക്. ഈദ് മുബാറക്. മാതൃഭൂമി പ്രേക്ഷകർക്കല്ല ഒരിക്കലും കൂടി ഈദ് മുബാറക് നേരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞാണ്. സ്നേഹ വിരുന്നിലേക്ക് കടക്കുകയാണല്ലോ ഇപ്പോൾ വീടുകളൊക്കെ സന്ദർശിച്ച്. പെരുന്നാളിൻ്റെ പ്രധാനമായും പെരുന്നാൾ നമസ്കാരമാണ്. ആ നമസ്കാരം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബന്ധുവീടുകളിലൊക്കെ സന്ദർശിച്ച് സൗഹൃദം പങ്കുവെക്കുകയാണ്. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതിനാണ് പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം നമുക്ക് നൽകിയ ആത്മശുദ്ധീകരണമുണ്ട്. അപ്പോൾ ആത്മശുദ്ധീകരണത്തിൻ്റെ ഒരു ആഘോഷം എന്നുള്ള നിലക്കാണ് പെരുന്നാളിനെ കാണുന്നത്. അവിടെ സ്നേഹം കൊണ്ട് വിരുന്നൂട്ടുക. അപ്പോൾ എല്ലാ വീടുകളും സന്ദർശിച്ചുകൊണ്ട് അവർ വിരുന്ന് ഞങ്ങൾ പങ്കുവെക്കുകയാണ്. സമകാലികമായ പല വിഷയങ്ങളും ഉണ്ട്. ചെറിയ പെരുന്നാൾ സന്ദേശവുമായി തന്നെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയതല്ലേ. പെരുന്നാൾ ഒരു പ്രാർത്ഥനാ ദിനം കൂടിയാണ്. ഫലസ്തീനിലെ നിഷ്കളങ്കരായിട്ടുള്ള ബാല്യങ്ങൾ അവിടെ ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൊച്ചു ബാലന്മാരുടെ ദേഹങ്ങളിൽ നിന്നും ഇറ്റി വീഴുന്ന രക്തക്കണുകൾ അതൊക്കെ ഒരു തീരാ നൊമ്പരമായി ലോകം മുഴുവനും അത് അനുഭവപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പള്ളികളിലും അതുപോലെ തന്നെ ഇങ്ങനെ കൂടിയിരിക്കുന്ന വേളകളിലൊക്കെ തന്നെ അതിനു വേണ്ടി ശക്തമായ അതായത് ഫലസ്തീനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം. എന്നതുപോലെ തന്നെ വർത്തമാനകാലത്തെ ഏറ്റവും വലിയൊരു ഭീഷണി എന്നത് മയക്കുമരുന്നിൻ്റെയും ലഹരി വ്യാപനത്തിൻ്റെയും ഭീഷണിയാണ്. അതിനെതിരെയും ശക്തമായിട്ടുള്ള ബോധവൽക്കരണം അതാണ് പള്ളികളിൽ നിന്നൊക്കെ ആവശ്യപ്പെട്ടത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടണം. ഈ കുട്ടിക്കാലത്തൊക്കെ പെരുന്നാൾ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്ത് പെരുന്നാൾ സത്യത്തിൽ കുട്ടികൾക്കാണ് പെരുന്നാളിൻ്റെ ഒരു ആഘോഷം. പുത്തനുടുപ്പിട്ടും പുതിയ ചെരുപ്പ് ധരിച്ചും അങ്ങനെയാണ് പെരുന്നാൾ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. ആ കാലത്തൊക്കെ പെരുന്നാളിന് ഞങ്ങൾക്ക് നല്ല ഡ്രസ്സ് കിട്ടാറുള്ളൂ. ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ എപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കുക. അതൊന്നുമല്ല. അന്ന് പെരുന്നാളിൻ്റെ ആഘോഷ ദിനങ്ങളിലാണ് പുതിയ പുത്തനുടുപ്പും പുതിയ തുണിയും പുതിയ ചെരുപ്പൊക്കെ നമുക്ക് കിട്ടുക. ഗൃഹാതുരത്വത്തോടെ അത് മനസ്സിലേക്ക് വരും. അതെ, അത്തരം ഓർമ്മകളുടെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒക്കെ സന്ദേശം വിളിച്ചോതുന്നത് കൂടിയാണ് ചെറിയ പെരുന്നാൾ. എന്തായാലും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും 30 ദിനരാത്രങ്ങൾ പിന്നിട്ടാണ് വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.